അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങൾ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അതിൻ്റെ 26-ാം വർഷത്തെ 3-ാമത്തെ ബാച്ച് വിശുദ്ധമായ മദീനയിലെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന മസ്ജിദ് ഖുബായിലേക്ക് എത്തിയതാണ്. ഈ കാണുന്നതാണ് മസ്ജിദ് ഖുബാ. ഏറെ ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ്. മസ്ജിദ് ഖുബായിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ബസ് നിർത്തി ഞങ്ങൾ എല്ലാവരും പുറത്തേക്കിറങ്ങി നേരെ പള്ളിയിലേക്ക് നടക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ്. മദീനയിലും ഒരു ഉംറയുണ്ട് എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പരിശുദ്ധമായ മസ്ജിദ് ഖുബയിലേക്കാണ് നമ്മൾ പോകുന്നത്. മദീനയിലെ ഉംറ തവാഫോ സായിയോ മുടിനീക്കലോ ഒന്നുമില്ല. മസ്ജിദ് ഖുബായിലേക്ക് എത്തുക, വുളു ഉണ്ടാവുക, ആ പള്ളിയിൽ ഏതെങ്കിലും വഖത്തുകളിൽ നിസ്കാരത്തിന് ജമാഅത്തിലോ ഒറ്റപ്പെട്ട നിസ്കാരമോ നിസ്കരിക്കുക. തഹിയ്യത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിസ്കാരമാണെങ്കിലും മസ്ജിദ് ഖുബായിലേക്ക് വരിക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പള്ളിയുടെ പുറത്തും മെഹ്റാബിൻ്റെ മുകളിലുമൊക്കെ അത് ആലേഖനം ചെയ്തിട്ടുണ്ട്. മൻ തത്വഹറ ഫീ ബൈത്തിഹി ثم أتى مسجد قباء فصلى فيه صلاة كان له كأجر عمرة. ആരെങ്കിലും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വുളു എടുത്ത് മസ്ജിദ് ഖുബായിലേക്ക് വന്ന് അവിടെ നിസ്കരിച്ചു, ഏതെങ്കിലും ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ടു, കാന ലഹു കഅജ്രി ഉംറത്തിൻ, അവനൊരു ഉംറയുടെ കൂലി ഉണ്ടെന്ന് നബിയുന വസയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മസ്ജിദ് ഖുബായിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇത്തരം മദീനയിലെയും മക്കയിലെയും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ കാണുവാനും അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഇന്നലകളുടെ ചരിത്രം അയവിറക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്, വലിയ സംതൃപ്തിയാണ്, സന്തോഷമാണ്. പുണ്യങ്ങളുടെ നടത്തമാണ് ഈ നടത്തമൊക്കെ, പുണ്യങ്ങളുടെ യാത്രയാണ് ഈ യാത്രയൊക്കെ. കാഴ്ചകൾ കാണുക, അതിലൂടെ ആത്മനിർവൃതി അടയുക. ഇന്നത്തെ അത്യാധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ മഹാനായ നബിയുന വസയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരവൃന്ദങ്ങളും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചു. ഇന്നത്തെ പോലെ റബ്ബറൈസ്ഡ് റോഡുകളില്ല. അതേപോലെ തന്നെ ആ അന്തരീക്ഷത്തിൻ്റെ ചൂട് അവർ എത്ര കണ്ട് സഹിച്ചു. ഇന്നത്തെ പോലെ ശീതീകരിച്ച വാഹനങ്ങളോ സൗകര്യങ്ങളോ അന്നില്ല. വയറു നിറച്ച് ഭക്ഷണം കഴിക്കുവാനുള്ള ഭക്ഷണമില്ല. ഏറെക്കുറെ ദിവസങ്ങളിലും ഉണക്കക്കാരക്കയും പച്ചവെള്ളവുമാണ് അവിടുത്തെ ആഹാരിക്കൽ. എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ്. ഖന്തക്ക് കിടങ്ങൊക്കെ കുഴിച്ച സന്ദർഭത്തിൽ സ്വഹാബത്തുകൾ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ ചരിത്രം എത്രയോ തവണ നാം കേട്ടിട്ടുണ്ട്. അത്തരം ത്യാഗോജ്വലമായ ജീവിതം സഹിച്ച നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തുകളുടെയും പാദസ്പർശനമേറ്റ് മുഖരിതമായ മണ്ണിലൂടെയാണ് നമ്മളുടെ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ സംഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചരിത്രം കേട്ടിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നു നീങ്ങുമ്പോൾ ആ ഓരോ നടത്തത്തിനും വല്ലാത്ത ആത്മനിർവൃതിയാണ്, ഒരാഗ്രഹമാണ്, ഒരഭിലാഷ പൂർത്തീകരണമാണ്. ഇത് കാണുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നവർക്കും അള്ളാഹു വലിയ പുണ്യം നൽകട്ടെ, സ്വീകാര്യത നൽകട്ടെ. ഈ പരിശുദ്ധമായ ഹറമൈനിയിലുള്ള ഇത്തരം കാഴ്ചകൾ നേരിൽ വന്ന് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പ്രത്യേകം ദുആ ചെയ്യാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഈ മസ്ജിദ് ഖുബാഇൻ്റെ പരിസരത്ത് ഏറെ അവിസ്മരണീയമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മളുടെ അൽഫ ഹജ്ജ് ഉംറ സംഘം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നടയുടെ താഴ്ഭാഗത്ത് ഈ കാണുന്ന വലതുഭാഗത്തായിട്ട് ഒരു ബിർ അരീസ് ഉണ്ടായിരുന്നു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ആ ബിർ അരീസിൻ്റെ വക്കത്ത്, അതിൻ്റെ വട്ടക്കണ്ണിയിൽ വന്ന് ത്രികോണാകൃതിയിൽ ഇരിക്കുമായിരുന്നു. ഏറെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമാണത്. അത് ഇൻഷാ അല്ലാഹ് വഴിയെ സൂചിപ്പിക്കാം. ഇതൊക്കെ കാണാനും ഇതൊക്കെ അറിയാനും കേൾക്കാനും ഈ ചരിത്ര സംഭവങ്ങളിലൂടെ നടന്നു നീങ്ങുവാനും അള്ളാഹു തരുന്ന തൗഫീഖ് വലിയ തൗഫീഖാണ്. ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചരിത്രം അറിയുമ്പോൾ വല്ലാത്ത ആത്മനിർവൃതിയോടെയാണ് നമുക്ക് നടന്നു നീങ്ങാൻ പറ്റുന്നത്. മക്ക മദീന ഹറമൈനിയിലെയും പരിസരത്തെയും ഏതു പള്ളിയിലേക്ക് ചെന്നാലും ഇതേപോലെ ധാരാളം
കള്ളികളുണ്ടാകും തടിയനാൽ ഉണ്ടാക്കി. അത് ചെരുപ്പ് സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഓരോ ചെരുപ്പ് വെക്കുന്ന സ്ഥലത്തിനും ഓരോ നമ്പരുണ്ട്. ചെരുപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയാൽ ആ ചെരുപ്പ് വെച്ച നമ്പർ ഏതാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ കൃത്യമായിട്ട് ആ ചെരുപ്പ് നമുക്ക് എടുത്തുകൊണ്ട് മടങ്ങാൻ സാധിക്കും. ഇതായി മാർബിൾ ഫലകമാണ് നേരത്തെ ഓതി വെച്ച ആ ഒരു ഹദീസിൻ്റെ പശ്ചാത്തലം സൂചിപ്പിക്കുന്നത്. മൻ തത്വഹറ ഫീ ബൈതിഹി സുമ്മ അതാ മസ്ജിദ ഖുബാ ഫസല്ല ഫീഹി സ്വലാത്തൻ കാന ലഹു അജ്രി ഉംറത്തിൻ. അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന നോക്കിയേ, ഫളലു സ്വലാത്തി ബി മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ടാണ് അത് ഇവിടെ ഉദ്ധരിക്കുന്നത്. ആരെങ്കിലും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വുളു ശുദ്ധി വരുത്തിക്കൊണ്ട് മസ്ജിദ് ഖുബായിലേക്ക് വന്ന് എന്നിട്ട് മസ്ജിദ് ഖുബായിലേക്ക് വന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു നിസ്കാരം നിസ്കരിച്ചാൽ കാന ലഹു അജ്രി ഉംറത്തിൻ, അവരൊരു ഉംറയുടെ കൂലി ഉണ്ടെന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. മാഷാ അല്ലാഹ്, ഞങ്ങൾ ഇന്ന് ഒരു ഉംറ നിർവഹിക്കുന്ന ആത്മനിർവൃതിയിലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നല്ല ഭംഗിയായ രീതിയിലാണ് അതിൻ്റെ ഉള്ളു ഭാഗം അലങ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ വാതിലിൽ തന്നെ നോക്കി ഓരോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, ഓരോന്നും വ്യത്യസ്തമാണ്, അലങ്കൃതമാണ്, നയനാനന്ദകരമാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അങ്ങ് ദൂരെ കാണുന്നത് അവിടെ മക്കത്തും മദീനത്തും അല്ലാതെ പിന്നെ സംസം വെള്ളം സജ്ജീകരിച്ചിരിക്കുന്നത് ഖുബാ മസ്ജിദിൽ മാത്രമായിരുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ സംസം വെള്ളം സജ്ജീകരിച്ചിരിക്കുന്ന പദ്ധതി മാറ്റിയിട്ട് സാധാരണ കുടിവെള്ളം മാത്രമാക്കി. അത് യാത്ര ചെയ്ത് അവിടെ എത്തുന്നവർക്ക് ഒരു നഷ്ടം തന്നെയാണ്. വീണ്ടും പുനഃസജ്ജീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 4 കെട്ട് പോലെയാണ് മസ്ജിദ് ഖുബായിൻ്റെ ഉൾഭാഗം. അതിൻ്റെ മുകളിൽ കണ്ട പ്രത്യേക നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അത് പ്രാവുകൾ, മറ്റ് പറവകൾ അതിൻ്റെ ഉള്ളിലേക്ക് പറന്ന് എത്താതിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ ശക്തമായ ചൂട് സമയത്ത് ഉള്ളിൽ നിസ്കരിക്കുന്നവർക്ക്, എഴുത്തിക്കാഫിരിക്കുന്നവർക്ക് വെയിലേൽക്കാതിരിക്കുവാനും വേണ്ടിയാണ് അതിൻ്റെ മുകളിൽ അങ്ങനെ നെറ്റ് പ്രത്യേകമായി വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ മുസല്ല വിരിച്ചിട്ടുണ്ട്, പ്രത്യേക വർണ്ണമുള്ള മുസല്ല. അതിൻ്റെ ആ സൈഡിലൊക്കെ ഒരുപാട് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാകും. അധ്യാപകന്മാർ അവരുടെ വിദ്യാർത്ഥികളെയും കൊണ്ട് ഇങ്ങനെ ഹൽക്കയായിട്ടിരിക്കുന്ന നല്ല വർണ്ണാഭമായ കാഴ്ചകൾ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതായി കാണുന്ന 4 തൂണുകളുടെ സംഗമം, അതിൻ്റെ ഉള്ളിൽ ഈ മുസഹഫ് വെക്കുന്നതിന് ആവശ്യമായ അലമാര സജ്ജീകരിച്ചിട്ടുണ്ട്. ചരിത്രം പറയുന്നതും മുൻഗാമികളായ ഉസ്താദന്മാർ നമ്മളോടൊപ്പം ഉംറയ്ക്ക് വന്നിട്ട് ഇവിടെ ഹജ്ജ് അതേപോലെ മദീന സിയാറത്ത് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് സൂചിപ്പിച്ചു തന്നതാണ്. ഇവിടെയാണ് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥാനം. ഇവിടെയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസ്വ എന്ന ഒട്ടകം മുട്ടുകുത്തിയത് എന്ന് മുൻഗാമികളായ ഉസ്താദുമാർ അവർ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആ ഉസ്താദന്മാർ കാട്ടിത്തന്നത് ഇവിടെയാണ്. നേരത്തെ കണ്ട ആ സ്ഥലത്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് വന്നപ്പോൾ നബി തങ്ങളുടെ ഖസ്വ എന്ന ഒട്ടകം മുട്ടുകുത്തിയതും നബി തങ്ങൾ ഇറങ്ങി താമസിച്ചതും അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുൻഭാഗമായിരുന്നു അതെന്ന്. മസ്ജിദ് ഖുബ മറ്റു പള്ളികളെ പോലെയല്ല, അല്പം വർണ്ണാഭമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ മിമ്പറൊക്കെ കണ്ടോ, നല്ല മാർബിൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലെ മിമ്പർ പോലെയല്ല. ഇവിടുത്തെ മിമ്പറിൻ്റെ മുൾഭാഗത്തിലൂടെ കയറണമെങ്കിൽ അവിടെ പ്രത്യേകമായൊരു ഡോറുണ്ട്. ഖുത്ബയുടെ സമയത്ത് മുഅദ്ദിൻ അത് തുറന്നിടും. ഖത്തീബ് അതുവഴി മുകളിലേക്ക് പടികൾ കയറും. നമ്മുടെ നാട്ടിലുള്ള മിമ്പറുകളേക്കാൾ പടികൾ ഏറെയുണ്ട്. ഖത്തീബ് പടികൾ കയറി മുകളിൽ ചെല്ലും. മുകളിൽ ചെന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് ഖുത്ബ ഓതുന്നത്. നേരത്തെ നാം പരിചയപ്പെടുത്തിയ ആയത്തും ഹദീസും ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് തുടങ്ങുന്ന മസ്ജിദ് ഖുബായെക്കുറിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തിയ ആയത്താണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പള്ളികളിലും ഒന്നുകിൽ ആ പള്ളികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ അർത്ഥവത്തായ ആയത്തുകളും ഹദീസുകളും അതിൽ പ്രത്യേകമായി ആലേഖനം ചെയ്യും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തത്വഹറ ഫീ ബൈതിഹി സുമ്മ അതാ മസ്ജിദ ഖുബാ ഫസല്ല ഫീഹി സ്വലാത്തൻ കാന ലഹു കഅജ്രി ഉംറത്തിൻ. ഉംറയുടെ കൂലി ഉണ്ട് എന്ന് പറഞ്ഞ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് മസ്ജിദ് ഖുബാഇൻ്റെ ഈ കാണുന്ന മിമ്പർ മെഹ്റാബിൻ്റെ മുകളിലും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എത്ര സുന്ദരമായിട്ടാണ് അതിൻ്റെ സൈഡിലൊക്കെ ആ അലമാര പോലെ തടി കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഖുർആൻ
സൂക്ഷിച്ചു വയ്ക്കുന്ന അലമാരകളാണ്. ധാരാളം സന്ദർശകരുണ്ട്. എങ്കിലും ഇന്ന് അധികം തിരക്കില്ല. ചില സമയങ്ങളിൽ നമ്മൾ വരുമ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, 25 വർഷമായി അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ ഓരോ മാസത്തെയും ഉംറകൾക്കും ഓരോ വർഷത്തെയും ഹജ്ജിനും ഈ വിനീതൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് മക്ക മദീന ഹറമൈനിയിലെയും പരിസരത്തെയും മാറ്റങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇമാമ് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നൃത്തത്തിൽ ഓതുന്നതും റുക്കൂഇൽ ചൊല്ലുന്നതും സുജൂദിൽ ചെല്ലുന്നതിനുമൊക്കെ മൈക്കിലൂടെ അത് തക്ബീറുകൾ കേൾക്കാൻ സാധിക്കും. മസ്ജിദ് ഖുബായിൻ്റെ മുകൾ ഭാഗം കണ്ടോ, പ്രത്യേകമായി ഖുബ്ബകൾ മാത്രം കൊണ്ടാണ് അവിടെ ആ മുകൾ ഭാഗം മച്ച് സജ്ജീകരിച്ചിരിക്കുന്നത്. നല്ല വർണ്ണാഭമായ ലൈറ്റുകൾ, സുന്ദരമായ അന്തരീക്ഷം, നല്ല കൊത്തുപണികൾ. മിമ്പറും മെഹ്റാബിൻ്റെയും ഭാഗമൊക്കെ മാർബിൾ ഫലകം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കൊത്തുപണികൾ കൊടുത്തിട്ട് അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട്. മക്ക മദീന ഹറമൈനിയിലെ നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി തന്നെ ഉണ്ട്. ആ ഫാക്ടറിയിൽ ആ പള്ളിയിൽ എവിടെ എന്ത് സാധനം വെക്കണമോ അതിനാവശ്യമായ രീതിയിൽ കൊത്തിയെടുത്ത് പോളിഷ് ചെയ്ത് നന്നായിട്ട് പാക്ക് ചെയ്ത് അത് പുനർനിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കുന്ന സമയത്ത് ആ സ്പോട്ടിലേക്ക് വലിയ കണ്ടെയ്നറുകളിൽ എത്തിച്ചിട്ട് അത് ആ സ്ഥലത്ത് ലോക്ക് ചെയ്ത് വയ്ക്കലാണ്. അതല്ലാതെ അവിടെ വെച്ച് വാർക്കലോ അവിടെ വെച്ച് കൊത്തുപണി ചെയ്യലോ അവിടെ വെച്ച് പണിയലോ ഒന്നും മക്ക മദീന ഹറമൈനിയിലെയും അതുമായി ബന്ധപ്പെട്ട ഒന്നിലുമില്ല.